Hey guys, welcome back to my channel. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കിച്ചണിലാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്, ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അങ്ങനെ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചമുളക്, ക്യാരറ്റ്, എഗ്ഗ്, പിന്നെ ടൊമാറ്റോ, പിന്നെ മല്ലിയില, പിന്നെ ചിക്കൻ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജീര റൈസാണ് എടുത്തത്. അപ്പോൾ ജീര റൈസ് എടുത്തിട്ട് നമ്മൾ അരമണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ടാണ് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാനിവിടെ കിച്ചണൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഫുൾ കിച്ചൺ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അതെ നമ്മുടെ ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഓണിയനും പിന്നെ ചില്ലീസും പിന്നെ ഗാർലിക്, ജിഞ്ചർ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് അമ്മയുടെ കയ്യിൽ കൊണ്ട് ക്ലീൻ ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് അമ്മയുടെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് നന്നാക്കി എടുക്കാൻ പറയാം. കത്തിയല്ലേ, കത്തി കൊടുക്കാൻ മറന്ന കേസ്. നമ്മൾ കത്തിയും പാത്രം എടുക്കുക, നന്നാക്കിയിടാനുള്ള കത്തിയും പാത്രമാണ്. ഇതുകൊണ്ട് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് വരാം. നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മുടെ മല്ലിയിലല്ലേ, മല്ലിയില എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കാം. കാരണം കുറേ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വയ്ക്കാം. ഇതൊരു എന്താ പറയുക, ഇതൊരു ഡിസിൻഫെക്റ്റിംഗ് മെത്തേഡാണ്. ഈ ഉപ്പിട്ട് കഴിയുമ്പോൾ ഒരു ഇതിൽ ഫെർട്ടിലൈസറും ഓവർ ഫെർട്ടിലൈസറും അതായത് നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ റിമൂവ് ആയി കിട്ടും. ഞാൻ അവിടെ ഒരു പൈപ്പിനെ തിരിച്ച് വെച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന താഴെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വീഴണില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് അരി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണത്. നമ്മൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്താൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി ഹോൾസ് ഉള്ളൊരു പാത്രത്തിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അതിലെ എക്സസ് ആയിട്ട് വരുന്ന ഈ വെള്ളം നമുക്ക് നമ്മൾ കഴുകിയപ്പോൾ ഉണ്ടായ വെള്ളമില്ല, അതൊക്കെ മാറിക്കിട്ടും. നമ്മളെ ചിക്കനും കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഇനി നമുക്ക് മറ്റേ ഈ റൈസിലിടാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കറുവപ്പട്ട 2 പിന്നെ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കണേടോ ഇതില്ലേ എന്താ ഗ്രാമ്പൂ 2-3 യെസ്, ഏലക്കായ, ഇത് നമ്മുടെ ഈ ഒരു സ്റ്റാർ പോലത്തെ സാധനം, അതാണെങ്കിൽ ഒരു ദാരിദ്ര്യം പിടിച്ച പോലത്തെ സാധനം. പിന്നെ ഒരു ഇത് കുരുമുളക്, കുറച്ച് ബേ ലീഫും ഒരെണ്ണമുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പൊടിച്ചെടുക്കാം. ഫസ്റ്റ് ഞാനിടുന്നത് പെപ്പറാണ്. പിന്നെ നമ്മുടെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, പിന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ടിട്ടുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി,
നമ്മുടെ മസാല പൊടിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളപ്പോൾ അമ്മ ക്ലീൻ ചെയ്ത് വെച്ച ഇതൊക്കെ സവാളയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തു. മുളക് എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട്. പിന്നെ നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമുക്ക് അരി വെക്കാം. നമ്മൾ കുതിർത്താൻ വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പിട്ടാലും കുറഞ്ഞു. നമുക്ക് എഗ്ഗ് കഴുകിയെടുത്തിട്ട് ബോയിൽ ചെയ്യാൻ വെക്കാം. അങ്ങനെ കുക്കിംഗ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേക്കും പിന്നെ വോയിസ് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ നമ്മൾ വോയിസ് ഓവറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഓണിയനൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ ഇട്ടേക്കനാണ്. ഇനി നമ്മൾക്കിത് നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവും. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ വേഗമാവും. അങ്ങനെ അതാ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടി ആവാനുണ്ട്. അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചില്ലീസ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിട്ടിട്ട് ഒന്ന് ഇളക്കിയപ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച മറ്റേ ടൊമാറ്റോയും ജിഞ്ചറും ഗാർലിക്കൊക്കെ കൂടിയുള്ള ആ ഒരു മിക്സ്, പിന്നെ ഒരു മുളകും കൂടി അതിൻ്റെ അരച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണതാണ്. അങ്ങനെ ഒരു 3 ടീസ്പൂണോളം ഞാൻ ഈ നമ്മൾ അരച്ച് വെച്ച് ഈ മിക്സ് ഞാൻ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ പിന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഓണിയൻ നന്നായിട്ട് വഴണ്ടതിന് ശേഷമാണ് നമ്മളിത് ഇടേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഗരം മസാലയാണ്. പൊടിച്ച് വെച്ച മറ്റേ മസാലയുടെ മിക്സാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് 2 സ്പൂണോളം ഞാൻ ഇട്ടായിരുന്നു. പിന്നെ നമ്മുടെ മുളക് പൊടി അത് ഞാൻ കുറച്ചാണ് ഇട്ടുള്ളൂ. മുളക് പൊടി അത്ര സ്പൈസി ആയിട്ട് ഇഷ്ടമല്ല ഇവിടെ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തായിരുന്നു. ഒരു 2 സ്പൂണോളം മുളക് പൊടി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. പിന്നീട് നമ്മുടെ ചിക്കൻ മസാല പൗഡറാണത്, അതും ഞാനൊരു 2 സ്പൂണോളമൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തപ്പോൾ ടെക്സ്ചറാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കാഷ്യൂ ആണ് അരച്ച് വെച്ചത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളൊരു പേസ്റ്റ് പോലെ ആക്കി അതും നന്നായിട്ട് വേണ്ടവന്നായി മിക്സറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളിട്ട സാധനങ്ങളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ സെപ്പറേറ്റ് ആയി വന്നതിന് നമ്മൾക്ക്
ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. നമ്മളൊരു മീഡിയം ഒരു ഇതായിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാ ചിക്കനും കൂടെ നമ്മൾ ഇട്ടു. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ആ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും ആകും. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാനുള്ളതാണ്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മുടെ ചിക്കൻ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മളിതാ റൈസിൻ്റെ പരിപാടി ചെയ്യാൻ പോകണം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇനി നമ്മൾക്ക് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കണം ഓയിലിൽ. അപ്പോൾ അമ്മ വന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കാണുന്നത്. നോക്കിയമ്മ നേരൊക്കെ മര്യാദക്ക് ബിരിയാണി കാണിക്കാം. അങ്ങനെ നമ്മളത് ഓണിയൻ ഇങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നം. ബിരിയാണി റൈസിനുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ വെള്ളമൊക്കെ വാർത്തിട്ട് നമ്മൾ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും ജിഞ്ചറും ഗാർലിക്കും കൂടി ഉള്ളത് നമ്മൾ ഈ ഓണിയനിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കണം നമ്മൾക്ക്. അങ്ങനെ ഇതാ കുറച്ച് മസാല, അമ്മ മറ്റേ ഗരം മസാല ആണ് ഇടുന്നത്. അപ്പോൾ ഗരം മസാല നമ്മൾ 2 ടീസ്പൂണ് ഓളം ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നെയ്യാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നെയ്യാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് ഈ ഓണിയൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വരും. അങ്ങനെ നമ്മളത് ആ ചിക്കൻ്റെ ഇത് റെഡിയായി. അങ്ങനെ അതാ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തു. അങ്ങനെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു. ചിക്കനാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ തന്നെ ഉണ്ട് ഇപ്പോൾ മസാലയും അതൊക്കെ ഇട്ടപ്പോൾ. അങ്ങനെ മുട്ട പുഴുങ്ങിയതും റെഡിയായപ്പോൾ അതും ഒരു സൈഡിലെടുത്ത് വെച്ച് നമ്മൾ പിന്നെ നമ്മുടെ റൈസ് ആണെന്നുണ്ടെങ്കിൽ ഇനി ഓരോ സ്പൂണായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഓണിയനൊക്കെ വഴറ്റി വെച്ചതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ സ്കൂപ്പ് ഇങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മസാല ഒരു സൈഡിൽ മാത്രമായി പോകും. അപ്പോൾ നമ്മളങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് നമ്മുടെ വിയാനുണ്ട്, സുകുമയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സുകുമി, ഹൗസ് ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി വിയാന എങ്ങനെയുണ്ട്? ബിരിയാണി എങ്ങനെ? അമ്മച്ചി പറ, അമ്മ പറ. സുകുമി ജ്യൂസ് മുട്ടാരും എടുത്തിട്ടില്ലല്ലോ. ബിരിയാണി കഴിക്കാൻ പോകുന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ, ബൈ ബൈ. ഡാൻ കാണിച്ചോടാ റിയാൻ, ഡാൻ കാണി ഒരുമിച്ചാണ്. ബൈ 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 വേറെ.